ഒമാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സമ്മാനിച്ചു. അപ്പോൾ ഇതോടുകൂടി 28ാമത് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ്, വിദേശ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത്. ഇതിന് തൊട്ട് മുന്നേ എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിരുന്നു. അപ്പോൾ ഒമാൻ്റെ ഈ ഒരു അവാർഡ് കൂടി കൂട്ടിയിട്ട് 28ാമത്തെ അവാർഡാണ്. മുൻപ് നെൽസൺ മണ്ടേല, എലിസബത്ത് രാജ്ഞി തുടങ്ങിയ പ്രമുഖർക്ക് മാത്രമാണ് ഒമാൻ ഈ പുരസ്കാരം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടി ലഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒമാനും ഇന്ത്യയും തമ്മിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ പലതരത്തിലുള്ള കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാറടക്കം ഏർപ്പെട്ടിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അവാർഡുകളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ പ്ലേലിസ്റ്റിലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികൾ നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കി വെച്ചുകൂടാ. നമുക്കത് ചോദ്യമായി വരാനുള്ള സാധ്യതയുണ്ട്. ഒമാനിലെ ഇന്ത്യൻ സമൂഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.